മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വരൂ. പറഞ്ഞോളൂ. മുത്തൂറ്റ് സെക്യൂരിറ്റീസിന്റെ ബോർഡ് പുറത്ത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. ഇവിടെ എന്തെല്ലാം സാമ്പത്തിക സേവനങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് അറിയാൻ വന്നതാണ്. സെക്ഷനിലേക്ക് പോയിക്കോളൂ. വിശദമായ വിവരങ്ങൾ അവർ പറഞ്ഞു തരും. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. സർ, ഞങ്ങളിവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ഷെയർ സർട്ടിഫിക്കറ്റുകളുണ്ട്. അതെങ്ങനെ ഡിമാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് സർ. സാറിന് അത് ഡിമാറ്റ് ചെയ്ത് പൂർണ്ണമായി വിൽക്കാനും ഭാഗികമായി വിൽക്കാനുമുള്ള സൗകര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്തു തരും. ഇതിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സാറിൻ്റെ നമ്പർ തന്നോളൂ. ബാക്കി കാര്യങ്ങൾ സാറിൻ്റെ സൗകര്യമനുസരിച്ച് ഞാൻ വിളിച്ച് പറയാം. ശരി, ഇവിടെ കയറാൻ തോന്നിയതിലും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിലും സന്തോഷം. ശരി സർ. ഞാൻ ഇന്നലെ പറഞ്ഞ ഓർഡറുകളൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് സാറേ. അതിൽ 3 സെൽ ഓർഡർ നമുക്ക് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അമേരിക്കയിലെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഷെയർ കൂടുമോ? ഡിസംബറോട് കൂടി 90,000 വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞ ആ ഷെയർ വാങ്ങിയോ? അത് സാറ് പറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്ന ചെക്ക് ക്ലിയർ ആയാലൊന്ന് പറയണം. എനിക്ക് കുറച്ച് ഷെയർ വാങ്ങാനുണ്ട്. ഫണ്ട് ക്രെഡിറ്റ് ആകുമ്പോൾ ഞങ്ങൾ സാറിനെ വിളിച്ചറിയിച്ചേക്കാം. ടെൻഷനില്ലാത്ത സമ്പാദ്യ രീതിക്കും ശരിയായ വഴിക്കും മുത്തൂറ്റ് ഷെയർ മാർക്കറ്റ്. ഇനിയും വൈകരുത്. ആതിരെ, തൊഴുത് കഴിഞ്ഞില്ലേ? ആരെയോ നോക്കുന്ന കണ്ടല്ലോ. അത് മനസ്സിലെ ദേവനെ കണ്ടില്ല. ഇപ്പോഴോ? ഇപ്പൊ കണ്ടു.
മിഴിയിലിളവയിലൊരുകും പൂക്കണിയോ തേനോ നീ തേൻമൊഴിയോ കരിവള പോലെ പാടും പൂങ്കുയിലോ കാണാച്ചരടിൽ ആരോ കോർക്കും നീയമുത്തിൻ മുത്തം കാത്തു കാണാച്ചരടിൽ ആരോ കോർക്കും നീയമുത്തിൻ മുത്തം കാത്തു ഞാനാ പൂമാല്യം ഈ ഞാനും പൂമാല്യം ഞാനാ പൂമാല്യം ഈ ഞാനും പൂമാല്യം. ഇന്നലെ എന്താ കൊളക്കടവിൽ വരാതിരുന്നേ? ഞാൻ സുദേവേട്ടനെ കുറച്ചു നേരം കാത്തിരുന്നു. എൻ്റെ ആതിരക്കുട്ടി ജോലി കഴിഞ്ഞെത്തണ്ടേ? ഇന്നലെ ആയിരുന്നെങ്കിൽ നല്ല തിരക്കിലായിരുന്നു. തിരക്ക് കൂടുമ്പോ എന്നെ മറക്കൂല്ലേ? തന്നെ മറക്കാനോ? നല്ല കഥ. ആതിരേ, ആതിരേ, അല്ല അമ്മാവനും അമ്മായിയൊക്കെ എന്തേ? തൃശ്ശൂര് രാമചന്ദ്രൻ വെല്ലിച്ചന്റെ മോളുടെ കല്യാണല്ലേ? ഓ, അപ്പോ അവരങ്ങോട്ടേക്ക് പോയി അല്ലേ? അല്ല, പ്രതാപേട്ടൻ പോയില്ലേ? നീ വീട്ടിൽ തനിച്ചാണെന്ന് അറിഞ്ഞ്, അതുകൊണ്ട്. അല്ല, പ്രതാപേട്ടൻ ചെല്ല്. ആതിരേ, നീ എന്റെ മുറപ്പെണ്ണാണ്. മുറപ്രകാരം നടക്കുന്ന കാലൊക്കെ കഴിഞ്ഞില്ലേ പ്രതാപേട്ട? എടീ, നീ ഒന്ന് ഓർത്തോ, 2 മാസത്തിനുള്ളിൽ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. അതെ, സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയാ. What kind of impression do you really make on others? One of our greatest handicaps in self-improvement is that we do not know or we judge incorrectly the kind of impression is really make on others. We need to see ourselves through the critical eyes of others. We need to hear our voices, both our manner of speaking, the correctness with which we use the language. It will do you no good to fool yourself into a false sense of security by reading in the poem. Present second methods and constantly use them to make a favorable impression on others and to successfully influence others. Emphasize you positively cannot achieve great success or even mediocre success without the goodwill to success unless you have made a favorable on them and successfully influence them to want to. Adira, stand up. കുട്ടി ആരെയാ നോക്കിയത്? ഞാൻ പിന്നെ അത്. Adira, focus on your studies first and then only other activities. Accomplishment for self-satisfaction may bring you limited selfish pleasure, but you must gear your achievements
ഇന്നെന്താ വൈകിയേ? ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതിരെ വാർഷികാഘോഷം ഭംഗിയായി എന്നറിഞ്ഞതിൽ സന്തോഷം. സാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ ചെന്നൈയിലായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് വന്നത്. പിന്നെ കലാതിലക പട്ടം കിട്ടിയെന്നറിഞ്ഞു. സുദേവിന് ജോലി കിട്ടുമെന്ന് ഉറപ്പായി അല്ലേ? ശരിയാണ്. ജോലി കിട്ടിയാൽ ഒരു കല്യാണമൊക്കെ ആവാം. ഞാനീ നാട്ടുകാരനാണ്. കല്യാണം വിളിക്കാൻ മറക്കരുത്. സാറ് റിട്ടയർഡ് ആകാറെന്നറിഞ്ഞു. വയസ്സറുപതാകാറായില്ലേ? എന്നാലും കണ്ടാ പറയില്ലാട്ടാ. സോപ്പ്. അതെ, പെണ്ണങ്ങാനം കാണാൻ പോയെന്ന് ഞാൻ അറിഞ്ഞ. ഇത്രയും നല്ലൊരാളെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഇതിന് വേറെ ആളോക്കി പോകണം. അതിരില്ലേ? ആരാ? ഞാൻ അതിരയുടെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ഞങ്ങളൊന്നിച്ച് കോളേജിൽ പഠിച്ചാണ്. ഞാൻ ചേച്ചിയെ വിളിക്കാം. ചേച്ചി, ചേച്ചിയുടെ ഫ്രണ്ടാണെന്നാ പറഞ്ഞേ. എന്താ ഹരി? ഒന്ന് പുറത്തേക്ക് വരൂ. ഇതിപ്പോ സുദേവിനെ വിവരം അറിയിക്കണ്ടേ? വേണ്ട, ഏട്ടൻ ഇതറിയണ്ട. അതിരെ ഇത് എത്ര നാളിങ്ങനെ? ഏട്ടൻ വരുന്നുണ്ട്. എന്താ നിന്റെ മുഖം വല്ലാതെ? ഏട്ടാ, ഇതെന്റെ ഫ്രണ്ട് ഹരിപ്രസാദ്. ഇനി ഞാൻ പോട്ടെ. ഹരി ചായ കുടിച്ചിട്ട് വേണ്ട, പോ. ഇനി ഒരിക്കലാവോ. എന്താ ശ്രേയ, ചൂട് തെറ്റിക്കല്ലേ? കൈ ദേ ഇങ്ങനെ പൊക്കി പിടിക്ക്. ആ, ഇങ്ങനെ. ആ, നൃത്തം പണ്ടേ എനിക്കിഷ്ടമാണ്. ആ താളവും ആ ചുവടുവെപ്പും, പ്രത്യേകിച്ച് ആതിരക്കുട്ടിയുടെ. എനിക്കും പഠിക്കണം ഡാൻസ്. വിരോധമില്ലെങ്കിൽ കുറച്ച് ചൂടുകൾ എനിക്കും പറഞ്ഞുതരാമോ? നിനക്ക് ഏത് ചൂടാ പഠിക്കേണ്ടത്? ഞാൻ പഠിപ്പിച്ചു തരാം. കുട്ടികൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി. നീ ചെല്ലേ. അല്ല, അളിയൻ ഇവിടെ ഉണ്ടായിരുന്ന അപ്പൊ ജോലിക്കൊന്നും പോയില്ലേ? അല്ല, നീ എന്തിനാ വന്നത്? എനിക്കിവിടെ വരാനേ അളിയന്റെ അനുമതിയൊന്നും വേണ്ട. പിന്നെ ഒരുമാതിരി ഒലത്ത ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട. അപ്പോൾ നീ കണക്കാക്കി വന്നാണല്ലേ? ഇവിടെ വെച്ച് തന്നെ വേണോ? എനിക്ക് ഇവളും ഈ പിള്ളേരൊന്നൊരു പ്രശ്നമല്ല അളിയ. ഇത് കണ്ട, ഇത് വെച്ചൊരെണ്ണം അങ്ങോട്ട് തന്നാലുണ്ടല്ലോ.
ഈ പരിസരത്ത് നീ കാലുകുത്തിയാൽ നായിൻ്റെ മോനെ നിന്നെ ഞാൻ എടുത്തോടാ. വിട്ടോടാ വിട്ടോടാ. നിന്നെ ഇനി ഈ ഏരിയ കണ്ടുവരും. ആതിരെ ഇതാ കാര്യങ്ങൾ കുറച്ചുകൂടി അപകട നിലയിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം. എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കാത്ത? എനിക്കറിയില്ല ഹരി. ഏട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ? ഏട്ടനോടാ ചോദിച്ചേ മദ്യപിച്ചിട്ടുണ്ടോന്ന്. നീ എന്നോടൊന്നും ചോദിക്കരുത്. സുധേവേട്ടൻ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാ? എനിക്കറിയില്ല അതിരെ, എനിക്കറിയില്ല. എടോ, ഞാൻ തന്നെ ഒന്ന് കാണാൻ നിൽക്കുമായിരുന്നു. താൻ ചില പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയെന്ന് കേട്ടല്ലോ. ആര് പറഞ്ഞു? അതെല്ലാം ഞാൻ അറിയും. ജീവിതത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് താൻ. താനൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാടോ? എന്തും തകർത്തെറിയാൻ നമുക്ക് എളുപ്പം കഴിയും. കെട്ടിയുയർത്താനാണല്ലോ ബുദ്ധിമുട്ട്. ദുശീലങ്ങൾ അതുകൊണ്ട് മുളയിലേ നുള്ളിക്കളഞ്ഞു. പിന്നെ ആതിരയെ എനിക്ക് നന്നായിട്ടറിയാം. ആ കുട്ടിയെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. പിന്നെ തന്നെയൊക്കെ പഠിപ്പിച്ച അധ്യാപകൻ എന്ന നിലയിൽ തന്നെയൊക്കെ നേരെയാക്കാനും ഉള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. എന്നോട് ക്ഷമിക്കും. സുധേവേട്ടൻ നശിച്ചു കാണാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഈ ലോകത്ത് നിന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്കാരെയും സ്നേഹിക്കാൻ കഴിയില്ല. എനിക്കും സുധേവേട്ടനെ സ്നേഹിക്കുന്ന പോലെ. സുദേവേ, അതേയ്, തന്നെ ഞാനൊന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്താ കാര്യം? അതേയ്, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. താൻ കാര്യം പറയടോ. അതേയ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ആതിരനെ ഒരു ചെറുപ്പക്കാരനായിട്ട് പല പ്രാവശ്യം ഞാൻ കണ്ടു. ഒരു വട്ടമല്ല, പലവട്ടം. ഒരു പരിചയക്കാരെന്നല്ലേ ഞാനത് പറയണ്ടേ? ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നത് സാധാരണ കാര്യമല്ലേ? അതെ, പക്ഷെ ഇതിലെന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നല്ലേ? അതിരെ എല്ലാം വിധിയാണ്, സഹിച്ചാലേ പറ്റൂ. നമ്മളെ സ്നേഹിക്കുന്നവര് എങ്ങനെയാണ് വിട്ടുപോകുന്നത്? നിന്നോടേ പറഞ്ഞതല്ലേ നിനക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ വിവരങ്ങളൊക്കെ പറയാൻ. ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏത് നിമിഷവും. ഇല്ല ഹരി, എനിക്ക് ഈ വിവരം സുധേവേട്ടനോട് ഒരിക്കലും പറയാൻ കഴിയില്ല. സുധേവേട്ടൻ ഇതറിഞ്ഞ ഒരിക്കലും ഇത് താങ്ങാൻ പറ്റില്ല. അതിരെ എന്താണിത്?
സുദേവേട്ടാ അത് അതിരെ നീ വീട്ടിൽ പോ, എനിക്ക് ഇവനായിട്ടൊന്ന് സംസാരിക്കണം. സുദേവേട്ടാ ഞാൻ പറയണതൊന്ന് കേക്ക്. സുദേവ എന്താണിത്? സുദേവ വേണ്ട. സുദേവേട്ടാ ഞാൻ പറയണൊന്ന് കേക്ക്. ഞാൻ പറയണതൊന്ന് കേക്ക്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഹലോ ഹലോ. സുദേവ, എന്ത് ഭ്രാന്താണ് നീ കാണിക്കുന്നത്? കൊണ്ടോടെ ഇങ്ങട്. നിന്റെ ഒരു ഹരി, ഹരി പറയൂ, എന്താണ് സംഭവിച്ചത്? ശബരിമല ശാസ്താവേ, സാർ ബന്ധുവാണെന്ന് തോന്നുന്നു. ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം സാർ 102 റൂമിലെ പേഷ്യന്റിന് നില സ്വല്പം ക്രിട്ടിക്കലാണ്. സാറൊന്ന് അങ്ങോട്ട് വരണം. ശരി റീന. സോറി മിസ്റ്റർ രവീന്ദ്രൻ, ഹരിപ്രസാദ് മരണപ്പെട്ടു. മൈ ഗോഡ്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ മരണപ്പെടുന്നതിന് മുൻപ് അയാൾ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പ്രതി സുദേവിന്റെ ഭാര്യ ആതിരയുടെ ഫ്രണ്ടാണ് ഇയാൾ. അതെനിക്കറിയാം ഡോക്ടർ. ആതിര സുദേവിനോട് പറയാത്ത ചില കാര്യങ്ങൾ മരണപ്പെട്ട ഹരിക്കറിയാം. അതെന്താണ്? ആതിര വർഷങ്ങളായി ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തിന് അടിമയാണ്. അല്ല, അത് കാര്യം അവൾ സുദേവിൽ നിന്നും മറച്ചു വെച്ചതാണ് ഇങ്ങനെയൊരു ദുരിതം വന്നു ചേർന്നത്. അതവൾ മറച്ചു വെച്ചത് എന്തിനായിരുന്നു? ആതിര സുദേവിനെ ജീവന് തുല്യമാണ് സ്നേഹിച്ചിരുന്നത്. രോഗമറിയുമ്പോൾ അയാൾ വിഷമിക്കുന്നത് കാണാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു. അവൾക്കത് പറയാമായിരുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ് മിസ്റ്റർ രവീന്ദ്രൻ. ആതിരയ്ക്ക് രഹസ്യമായി മരുന്നുകൾ എത്തിച്ചു കൊടുത്തതും ഇനി മരണപ്പെട്ട ഹരിപ്രസാദാണ്. ശരി, അറിയിക്കാനുള്ളവരെല്ലാം വിവരം അറിയിച്ചോളൂ. എൻ്റെ ശബരിമല ശാസ്താവേ,
എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഞാൻ ചികിത്സിക്കുമായിരുന്നല്ലോ. ഈ രോഗം ഉണ്ടെന്നുള്ളത് എനിക്കറിയാമായിരുന്നില്ല. സുദേവേഫ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്, വരൂ. പറഞ്ഞോളൂ. മുത്തൂറ്റ് സെക്യൂരിറ്റീസിൻ്റെ ബോർഡ് പുറത്ത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. ഇവിടെ എന്തെല്ലാം സാമ്പത്തിക സേവനങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് അറിയാൻ വന്നതാണ്. സെക്ഷനിലേക്ക് പോയിക്കോളൂ. വിശദമായ വിവരങ്ങൾ അവർ പറഞ്ഞു തരും. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. സർ, ഞങ്ങളിവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ഷെയർ സർട്ടിഫിക്കറ്റുകളുണ്ട്. അതെങ്ങനെ ഡിമാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് സാർ. സാറിന് അത് ഡിമാറ്റ് ചെയ്ത് പൂർണ്ണമായി വിൽക്കാനും ഭാഗികമായി വിൽക്കാനുമുള്ള സൗകര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്തു തരും. ഇതിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സാറിൻ്റെ നമ്പർ തന്നോളൂ. ബാക്കി കാര്യങ്ങൾ സാറിൻ്റെ സൗകര്യമനുസരിച്ച് ഞാൻ വിളിച്ച് പറയാം. ശരി, ഇവിടെ കയറാൻ തോന്നിയതിലും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിലും സന്തോഷം. ശരി സാർ. ഞാൻ ഇന്നലെ പറഞ്ഞ ഓർഡറുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് സാറേ. അതിൽ 3 സെൽ ഓർഡർ നമുക്ക് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അമേരിക്കയിലെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഷെയർ കൂടുമോ? ഡിസംബറോട് കൂടി 90,000 വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ പറഞ്ഞ ആ ഷെയർ വാങ്ങിയോ? അത് സാറ് പറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്ന ചെക്ക് ക്ലിയർ ആയാലൊന്ന് പറയണം. എനിക്ക് കുറച്ച് ഷെയർ വാങ്ങാനുണ്ട്. ഫണ്ട് ക്രെഡിറ്റ് ആകുമ്പോൾ ഞങ്ങൾ സാറിനെ വിളിച്ചറിയിച്ചേക്കാം. ടെൻഷനില്ലാത്ത സമ്പാദ്യ രീതിക്കും ശരിയായ വഴിക്കും മുത്തൂറ്റ് ഷെയർ മാർക്കറ്റ്. ഇനിയും വൈകരുത്.